നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ചെടി അമൃത്. അമൃത് എന്ന വാക്കിൻ്റെ അർത്ഥം മരണമില്ലാതെ ആക്കുക എന്നതാണ്. സ്വയം കൂടുതൽ കാലം ജീവിക്കുകയും മറ്റുള്ള ജീവികൾക്ക് മരണത്തിൽ നിന്ന് വിമുക്തമാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഔഷധമാണ് അമൃത്. മെനിസ്പെർമേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടീനോസ്പോറ കോട്രിഫോളിയ എന്നാണ്. കാട്ടമൃതും ചിറ്റമൃതുമായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ചിന്നരൂഹ, ചിന്നോദ്ഭവ, അമൃത്, അമൃതവല്ലി എന്നീ പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഒരു ആരോഹി സസ്യമാണ് ഇത്. കേരളത്തിൽ പൊതുവെ ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇത് മരത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു തരം ചെടിയാണ്. ഈ ചെടി പടർന്നു പിടിക്കുകയും ഇതിൻ്റെ തണ്ടുകൾക്ക് വേരുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. വേര് മണ്ണിനോട് അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തണ്ടുകളൊക്കെ വേരുകളായി തന്നെ പരിണമിക്കുന്നതാണ്. ഇതിൻ്റെ തണ്ടുകൾക്ക് ചാരം കലർന്ന പച്ച നിറമാണുള്ളത്. ഇതിന് പുറമേ ഒരു പാട പോലെയും ഉണ്ട്. ഇതിൻ്റെ പർവ്വസന്ധികൾ കുറച്ച് വണ്ണത്തിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ പർവ്വസന്ധികളിൽ നിന്നാണ് ഓരോ ഇലയും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഇലകൾ ഹൃദയാകൃതിയിൽ കാണപ്പെടുന്നു. ഏകാന്തരമായിട്ടാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. മേൽപോട്ട് പോകുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ പത്രകക്ഷത്തിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ആൺപൂവും പെൺപൂവും അങ്ങനെ 2 തരത്തിലുള്ള പൂക്കളുണ്ട്. ആൺപൂവാണെങ്കിൽ പൂങ്കുലകളായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇതിൻ്റെ പൂക്കളുടെ നിറം ഇളം പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് 1 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ പയറ് പോലെ വലുപ്പത്തിലുള്ള ഫലമാണ് ഇതിന് കണ്ടുവരുന്നത്. ഇത് പൊതുവെ ഇതിൻ്റെ തണ്ടാണ് ഔഷധയോഗ്യമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഈ ചെടി നട്ട് വളർത്താനും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തണ്ട് തന്നെയാണ്. ഗുഡുച്ചി സത്തം എന്ന് പറഞ്ഞൊരു ഔഷധം ആയുർവേദത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഈ അമൃത് അല്ലെങ്കിൽ ചിറ്റമൃത് ഗുഡൂജി എന്ന് പറയും, ഗുളൂജി എന്നും പറയും. അമൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത്, അതായത് ശരീരത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അമൃത് കിട്ടുക എന്ന് പറയില്ലേ, അത്രയും അത്ഭുത ഫലസിദ്ധിയുള്ള ഈ ചിറ്റമൃത്. വിഷത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അമൃത്. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ വിഷവസ്തുക്കൾ, ദുർനീരുകൾ ഇതൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ചിറ്റമൃത് ദിവസേന കഷായം വെച്ച് കഴിച്ചാൽ മതി. ഇപ്പോൾ ഈ പനി ഉണ്ടാവാൻ കാരണം ശരീരത്തിൻ്റെ ഈ ധാതുക്കൾ ദൂഷിച്ച് അവിടെ വിഷവസ്തുക്കൾ അടിഞ്ഞു കൂടിയുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിറ്റമൃത് കഷായം വെച്ച് കൊടുക്കും. പിന്നെ ഈ സന്ധികളിലൊക്കെ നീരുണ്ടാവുക, അതുപോലെ ശരീരം ഇങ്ങനെ കനം വെച്ച് വരിക, അതുപോലെ ഈ വിശപ്പില്ലായ്മ, പനി, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ദിവസേന ഈ ചിറ്റമൃത് കഷായം വെച്ചാൽ ഈ ചിറ്റമൃതിൻ്റെ നീരെടുത്തിട്ട് ലേശം തേൻ ചേർത്ത് ദിവസേന വെച്ച് ഒരാഴ്ച കഴിച്ചാൽ മതി, അത് അപ്പം നിൽക്കും. അത്രയും അത്ഭുതമായ ഫലസിദ്ധിയുള്ളതാണ്. പിന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ ചൊറി ചരങ്ങൾ വലിയവർക്കായാലും കുഴപ്പമില്ല. ഈ ചിറ്റമൃതിൻ്റെ വള്ളി എടുത്തിട്ട് കഷായം വെച്ച് അതുകൊണ്ട് ധാര ചെയ്യാം. ആ ധാര ചെയ്താലും നല്ല ഫലപ്രദമാണ്. ഇപ്പോൾ അനവധി ഔഷധങ്ങൾ ഈ ചിറ്റമൃതി ചേരുന്ന പുതുതായിട്ട് ഗുളൂച്ചേരി കഷായം, അമൃതോത്തരം കഷായം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒരുവിധം എല്ലാ അസുഖങ്ങളും, അതായത് ശരീരത്തിൽ ഈ വേദന, ഈ ജലദോഷം, പനി, തലവേദന, ചില ആൾക്കാർ ഇപ്പോൾ നീരിറക്കം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ നീരിറക്കത്തിന് എണ്ണ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ എണ്ണയല്ല തേക്കാൻ, നീരിറക്കത്തിന് ഈ ചിറ്റമൃത് കഷായം വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന അമൃതാരിഷ്ടമുണ്ട്, അത് ഓരോ ഔൺസിന് 2 നേരം കഴിച്ചാൽ ആ നീരിറക്കം മാറും.